ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബുക്കാരി റൈസ് ആട്ടോ. വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അറേബ്യൻ ഡിഷാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ ചിക്കൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പൊക്കെ തേച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കായം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് മാത്രം ഇട്ടിട്ടാട്ടോ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും ഒരു 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചൂടായ ഓയിലിട്ടിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കൻ വെന്ത് കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് കായം പുരട്ടി വെച്ചതാണ്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. 2 ബാച്ചായിട്ട് അങ്ങനെ കേട്ടോ ഫ്രൈ ചെയ്തിട്ടുള്ളത്. ഞാനിതിവിടെ കുറച്ച് ചെറിയ കഷ്ണമാക്കിയിട്ടാട്ടോ ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ പീസാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. അപ്പോൾ അതാ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതിന് പകുതി ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ക്യാരറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ക്യാരറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഇടണമെങ്കിൽ ഇടാം. പക്ഷേ ഈ മുന്തിരിയും അണ്ടിപ്പരിപ്പും ബദാമും ഒന്നും ഇവിടെ ആരും കഴിക്കില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി മുന്തിരിയും കൂടി ഇട്ടെന്നുള്ളൂ. അപ്പോൾ ക്യാരറ്റും മുന്തിരിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എണ്ണയിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റൈസ് ഉണ്ടാക്കാനുള്ള പാത്രമൊക്കെ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ ഓയിൽ തന്നെ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് 2 വലിയ സൈസ് സവാളയാണ് ഞാനിവിടെ വഴറ്റിയെടുക്കുന്നത്. 1 കിലോ റൈസിൻ്റെ അളവാട്ടോ ഞാൻ ഈ പറയുന്നത്. 2 വലിയ സൈസ് സവാള നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയിട്ട് നല്ല ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതിന് പകുതി എടുത്ത് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സവാളയും ക്യാരറ്റും കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 വലിയ സൈസ് പഴുത്ത തക്കാളി മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി തക്കാളിത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അധികം മസാലകളോ കാര്യങ്ങളോ ഒന്നും ഇടാത്ത നല്ലൊരു റൈസാണ് കേട്ടോ ഇത്. ഇതിലേക്ക് ഞാൻ മാഗി ക്യൂബിൻ്റെ 2 കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൗഡറാട്ടോ. അത് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതൊക്കെ ഒന്ന് വഴറ്റി വന്നപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ചിക്കനും കൂടി നല്ല രീതിക്ക് ഇതിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മളിതുവരെ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ചിക്കനിലത്തെ ഉപ്പും മാഗി ക്യൂബിൻ്റെ ഉപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി ആ ചിക്കന് ആ ഉള്ളിലൊക്കെ നല്ല രീതിക്ക് തന്നെ ആ മസാല ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്ന രീതിയിൽ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് അരിക്ക് ആവശ്യത്തിനുള്ള തിളച്ച വെള്ളം ആട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അരി എത്രയാണോ എടുക്കുന്നത് അതിനെക്കാട്ടി ഇരട്ടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ള. ഓരോ അരിക്കനുസരിച്ച് ആ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ തിളച്ച് വന്നപ്പോൾ ഇതിന് ചിക്കനൊക്കെ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാതെ ചിക്കൻ ഇതേപോലെ വേവിച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ എന്താണ് കഷ്ണങ്ങളൊക്കെ ഒന്ന് വേറിട്ട് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ആ ചിക്കനൊക്കെ മാറ്റിയതിന് ശേഷം ആ വെള്ളത്തിലേക്ക് നമ്മൾ ഒരു ഉണക്കനാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ റൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിയൊക്കെ ഞാൻ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് അത് ഒന്ന് വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇതിലേക്ക് ഒരു 4 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഒരു ലെമണിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഏത് റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അരി ഒട്ടി പിടിക്കില്ല കേട്ടോ. പിന്നെ ഞാൻ അതിൽ നിന്ന് എടുത്ത് മാറ്റിയ ചിക്കന് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഞാനൊരു കളറ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്.
അപ്പോൾ ഇതാ നമ്മുടെ അരിയൊക്കെ നല്ല രീതിയിലേക്ക് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അരിയും വെള്ളമൊക്കെ ഒരേപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. നമ്മൾ ഈ സൗദിയിലൊക്കെ ഒരുപാട് തരം വെറൈറ്റി റൈസുകളുള്ള നാടാട്ടോ ഈ സൗദി എന്ന് പറഞ്ഞാൽ പലതരം റൈസുകൾ നമുക്ക് അവിടുന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ റൈസ് അവിടുന്ന് കഴിച്ചിട്ടാട്ടോ ഞാൻ അതേപോലെ ട്രൈ ചെയ്ത് നോക്കിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അധികം മസാലകൾ നമുക്ക് മടുപ്പൊന്നും തോന്നാതെ കഴിക്കാൻ പറ്റണ നല്ലൊരു റൈസാട്ടത്. പിന്നെ നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്ത ആ എണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് നല്ല രീതിക്ക് ഒന്ന് വറ്റി വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും അതേപോലെ തന്നെ ഫ്രൈ ചെയ്ത ക്യാരറ്റും മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിൻ്റെ മുകളിലിട്ടിട്ട് ഒരു അരമണിക്കൂറും കൂടി തീ നല്ല കുറച്ച് വെച്ചിട്ട് നമുക്ക് ഒരു അരമണിക്കൂറും കൂടി വെയിറ്റ് ചെയ്താൽ നമ്മൾ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ മേലെ ചിക്കനും ക്യാരറ്റും മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാണ്. അരമണിക്കൂർ വെയിറ്റ് ചെയ്താൽ നമ്മൾ നല്ല അടിപൊളി അറേബ്യൻ ഡിഷായ ബുക്കാരി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം ഇൻഗ്രീഡിയൻസോ മസാലകളോ ഒന്നും ചേർക്കാത്ത നല്ലൊരു റൈസാണ് കേട്ടത്. ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. മന്തിൻ്റെയും കബ്സൻ്റെയും ഒന്നുപോലെയല്ല, ഒരു പ്രത്യേക ഒരു ടേസ്റ്റായിട്ട് ഈ റൈസിന്. പിന്നെ നമ്മുടെ സൗദി സ്പെഷ്യൽ റൈസായ ബുക്കാരി റൈസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.